വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതിൽ ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി. താരിഫ് ചുമത്തിയത് നിയമവിരുദ്ധമെന്നും ട്രംപ് അധികാര പരിധി ലംഘിച്ചുവെന്നും കോടതി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സുഹൈൽ ബി കെ ചേരുന്നുണ്ട്. സുഹൈൽ, ട്രംപിന്റെ ഈ പകരം തീരുവ ചുമത്തിയുള്ള പ്രതികാരമാണ് പല ഘട്ടങ്ങളിലും എല്ലാ രാജ്യങ്ങൾക്കെതിരെയും എടുത്തിരുന്നത്. ഇതിപ്പോൾ സുപ്രീം കോടതി എന്താണ് പറയുന്നത്? ഈ പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കും? ജീന, ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ടേമിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം അത് ഈ ഒരു ടാരിഫായിരുന്നു. ടാരിഫ് യുദ്ധം ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ ലോകരാഷ്ട്രീയത്തെ തന്നെ നിർണ്ണയിച്ചിരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനെ മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതെയാക്കിയാണ് സുപ്രീം കോടതിയുടെ ഈ വിധി US ഫെഡറൽ കോടതി വിധിച്ചത്. അതിനുള്ള അർഹത, അതിനുള്ള അവകാശം ഡൊണാൾഡ് ട്രംപിനില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും 1977 ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇത് ചെയ്തിരുന്നത്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ സാമ്പത്തികമായി ചെയ്യാവുന്ന പ്രസിഡൻഷ്യൽ അധികാരം എന്ന നിലയിലാണ് ഈ അധിക തീരുവ പല രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മിക്ക രാജ്യങ്ങൾക്കുമേലും ഡൊണാൾഡ് ട്രംപ് ഇത് ചുമത്തിയിരുന്നു. അവരെ മുഴുവൻ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള ഒരു ആയുധമായി ഈ ടാരിഫിനെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയാണ് യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ ഇന്ത്യയും പല രാജ്യങ്ങളും ട്രംപിന് മുമ്പിൽ വഴങ്ങുന്നതും ഒരു കരാറിലേക്ക്, ഒരു വ്യാപാര കരാറിലേക്ക് എത്തുകയും ചെയ്തിരുന്നത്. പക്ഷേ അങ്ങനെ ഓരോ രാജ്യങ്ങളെയും വരുതിയിൽ നിർത്താനുള്ള അവകാശം ഇത്തരമൊരു അധിക നികുതി ചുമത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്ക് ഒരു പ്രസിഡന്റിനും അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ 6-3 ഈ ഒരു വിധി പാസ്സായിരിക്കുന്നത്. 6 പേർ ഈ വിധിയെ അനുകൂലിക്കുന്നു, 3 പേർ എതിർക്കുന്നു. ഡൊണാൾഡ് ട്രംപ് നിയമിച്ച ജഡ്ജിമാർ അടക്കമുള്ള ആളുകളാണ് ട്രംപിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. പക്ഷേ പഴയ ജഡ്ജിമാർ വീണ്ടും അദ്ദേഹത്തിന് എതിരായി നിലപാടെടുക്കുന്നു. സ്വാഭാവികമായും ഇത് കാനഡ, അതേപോലെ തന്നെ മെക്സിക്കോ, ചൈന, ഈ 3 രാജ്യങ്ങളെയുമാണ് ഇത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ബാധിക്കാൻ പോകുന്നത്. കാരണം ഈ 3 രാജ്യങ്ങൾക്കുമേൽ ചുമത്തിയ അധിക തീരുവ ഇതുവരെ ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചിട്ടില്ല. അമേരിക്കൻ മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയത്തിൽ തന്നെ സാമ്പത്തികമായി ഇത്രയേറെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വിധി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞാൻ ഈ ഒരു വിധിക്ക് വേണ്ടി വലിയ രൂപത്തിൽ കാത്തിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു. അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്ന് തന്നെ ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ വൈറ്റ് ഹൗസിന്റെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. എന്താണ് ഇനി ട്രംപ് പറയാൻ പോകുന്നത് എന്നുള്ളത് വളരെ നിർണായകമാണ്. കോടതി പറയുന്നത് US കോൺഗ്രസിന് മാത്രമേ ഇത്തരമൊരു അധികാരമുള്ളൂ എന്നുള്ളതാണ്. ആ കോൺഗ്രസിന്റെ അധികാരം പ്രസിഡന്റ് ഒരിക്കലും കവരാൻ പാടില്ല എന്ന് ഈ ഫെഡറൽ കോടതി വിധിക്കുകയാണ്. ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം, ഇത്രയും നാൾ പിരിച്ചിട്ടുള്ള ഈ നികുതി അത് തിരിച്ചു കൊടുക്കണമോ എന്നുള്ള വിഷയത്തിൽ ഒരു നിലപാട് കോടതി പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും ലോകരാഷ്ട്രീയത്തെ തന്നെ ഏറ്റവും കൂടുതൽ നിർണായകമായി ബാധിക്കുന്ന ഒരു സുപ്രീം കോടതി വിധിയായി നമുക്കിതിനെ കാണാവുന്നതാണ്. ശരി സുഹൈൽ, ഏതായാലും വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തിയതിൽ ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതിയിൽ നിന്ന് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. താരിഫ് ചുമത്തിയത് നിയമവിരുദ്ധമാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഏതായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ട്രംപിന് മുന്നിൽ മുട്ടുമടക്കാൻ ഒരു കാരണം ഈ അധിക തീരുവയായിരുന്നു. സുഹൈൽ ബി കെയാണ് ഇന്റർനാഷണൽ ഡെസ്കിന് വിശദാംശങ്ങൾ നൽകിയത്.